നമസ്കാരം. പ്രധാന വാർത്തകൾ. മരണശേഷവും തീരാത്ത ദുരൂഹത. ഗോപൻ സ്വാമിയുടെ മരണ സർട്ടിഫിക്കറ്റ് നിയമക്കുരുക്കിൽ. നെയ്യാറ്റിൻകര. ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ അനുയായികളെ ആവേശം കൊള്ളിച്ച നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ വിയോഗം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന്റെ മരണത്തെച്ചൊല്ലിയുള്ള വിവാദങ്ങൾ ഒടുങ്ങുന്നില്ല. മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര നഗരസഭയും പോലീസും സ്വീകരിച്ചിരിക്കുന്ന കർശന നിലപാട് വലിയൊരു നിഗൂഢതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒരു മരണ സർട്ടിഫിക്കറ്റ് എന്ന സാധാരണ രേഖയ്ക്കപ്പുറം കോടികളുടെ സ്വത്തുക്കളും അധികാരവടംവലികളും ഈ കേസിന് പിന്നിലുണ്ടെന്നാണ് സൂചന. എന്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് തടയപ്പെടുന്നു? സാധാരണഗതിയിൽ ലഭിക്കേണ്ട മരണ സർട്ടിഫിക്കറ്റിന് നഗരസഭ ചുവപ്പുനാട കാട്ടുന്നതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. അന്തിമ പോലീസ് റിപ്പോർട്ടിന്റെ അഭാവം. സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് അന്വേഷണം നടന്നുവരികയാണ്. ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലമുൾപ്പെടെയുള്ള സുപ്രധാന രേഖകൾ ലഭിക്കാതെ മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയില്ല. ഈ സാഹചര്യത്തിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിയമവിരുദ്ധമാകുമെന്ന് നഗരസഭ ഭയക്കുന്നു. രഹസ്യ പരാതികളുടെ പ്രളയം. മരണത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുകളുണ്ടെന്ന് കാണിച്ച് മുൻപ് ചില ഭക്തർ നൽകിയ പരാതികൾ ഇപ്പോഴും അന്വേഷണ പരിധിയിലാണ്. അന്വേഷണം പൂർത്തിയാകാതെ ക്ലീൻ ചിറ്റ് നൽകാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. ആശ്രമ സ്വത്തുക്കളിലെ കണ്ണുകൾ. സ്വാമിയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയും ആശ്രമത്തിന്റെ ബാങ്ക് അക്കൗണ്ടുകളും സംബന്ധിച്ച അവകാശത്തർക്കം അണിയറയിൽ മുറുകുകയാണ്. മരണ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടൻ ഈ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ നിയമപരമായ വ്യക്തത വരുന്നതുവരെ കാത്തിരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ആത്മീയ വളർച്ചയും വിവാദങ്ങളുടെ തുടക്കവും. നെയ്യാറ്റിൻകരയുടെ മണ്ണിൽ നിന്ന് സാധാരണക്കാരനായി തുടങ്ങി അതിവേഗം ഒരു ആത്മീയ സാമ്രാജ്യം പടുത്തുയർത്തിയ ആളായിരുന്നു ഗോപൻ സ്വാമി. അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളെക്കുറിച്ചും പിൽക്കാലത്തെ വൻ സാമ്പത്തിക വളർച്ചയെക്കുറിച്ചും ഇന്നും പലവിധത്തിലുള്ള സംസാരങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. സ്വാമിയുടെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ചികിത്സയെക്കുറിച്ചും ആരെല്ലാം അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു എന്നതിനെക്കുറിച്ചും ഇപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. മരണ സർട്ടിഫിക്കറ്റിനായുള്ള കുടുംബാംഗങ്ങളുടെ നീക്കം കോടതിയിലേക്ക് നീങ്ങുന്നതോടെ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടായേക്കും. ആത്മീയതയുടെ മറവിൽ ഒളിഞ്ഞിരുന്ന രഹസ്യങ്ങൾ നിയമത്തിന്റെ വഴിയിൽ പുറത്തുവരുമോ എന്ന ആകാംക്ഷയിലാണ് നെയ്യാറ്റിൻകരയിലെ ജനങ്ങൾ.